നീളത്തിൽ നിന്നും വ്യാപ്തത്തിലേക്ക്. നമുക്ക് ചുറ്റും പല രൂപത്തിലുള്ള വസ്തുക്കളുണ്ട്. അവയുടെയെല്ലാം വലിപ്പം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നീളം മാത്രം ഉള്ളപ്പോൾ ഈ വര നോക്കൂ. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇതിൻ്റെ നീളമാണ്. ഇതിൻ്റെ നീളം 8 യൂണിറ്റ് ആണെങ്കിലോ ഈ വരയെ നമുക്ക് 8 തുല്യ ഭാഗങ്ങളാക്കി തിരിക്കാം. അപ്പോൾ കിട്ടുന്ന ഈ ഒരു ഭാഗമാണ് 1 യൂണിറ്റ്. അതായത് 1 യൂണിറ്റ് നീളമുള്ള 8 ചെറുവരകൾ ചേർന്നാണ് ഈ വലിയ വര ഉണ്ടായിരിക്കുന്നത്. നീളത്തിൻ്റെ ഏകകം 1 യൂണിറ്റ്. നീളവും വീതിയും ഉള്ളപ്പോൾ ഈ ചതുരം നോക്കൂ. ഇതിന് നീളം മാത്രമല്ല വീതിയുമുണ്ട്. ഇതിൻ്റെ നീളം 5 യൂണിറ്റും വീതി 3 യൂണിറ്റും ആണ്. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് പരപ്പളവാണ്. അതായത് ഇതിൽ 1 യൂണിറ്റ് വീതം നീളവും വീതിയും ഉള്ള എത്ര ചെറുചതുരങ്ങൾ ഉണ്ട് എന്ന് കണക്കാക്കണം. നോക്കൂ, ഇതിൽ 15 ചതുരങ്ങളാണ് ഉള്ളത്. അതായത് ഇതിൻ്റെ പരപ്പളവ് 15 ചതുരശ്ര യൂണിറ്റ്. ഇതിൻ്റെ നീളമായ 5 യൂണിറ്റും വീതിയായ 3 യൂണിറ്റും തമ്മിൽ ഗുണിച്ചാലും നമുക്ക് 15 ചതുരശ്ര യൂണിറ്റ് തന്നെ കിട്ടും. പരപ്പളവിൻ്റെ ഏകകം ചതുരശ്ര യൂണിറ്റ്. നീളവും വീതിയും ഉയരവും ഉള്ളപ്പോൾ ഈ ചിത്രം നോക്കൂ. ഇത് ഒരു ചതുരക്കട്ടയാണ്. നീളവും വീതിയും ഉയരവും ഉള്ള രൂപം. ഇത് ഒരു സമചതുരക്കട്ടയാണ്. ഇതിൻ്റെ പ്രത്യേകത നീളവും വീതിയും ഉയരവും തുല്യമായിരിക്കും എന്നതാണ്. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വ്യാപ്തമാണ്. അതായത് 1 യൂണിറ്റ് വീതം നീളവും വീതിയും ഉയരവുമുള്ള എത്ര യൂണിറ്റ് ക്യൂബുകൾ ഇതിലുണ്ട് എന്ന് കണക്കാക്കണം. ഇതിൽ സമചതുരക്കട്ടകൾ അടുക്കി വച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത്തരത്തിലാണ് ഇതിൽ ക്യൂബുകൾ നിറയ്ക്കുന്നത്. ഇതിനു മീതെ വീണ്ടും ലെയറുകൾ വരും. 2 യൂണിറ്റ് വീതം നീളവും വീതിയും ഉയരവുമുള്ള ഒരു ക്യൂബാണിത്. ഇതിൻ്റെ വ്യാപ്തം കണക്കാക്കാൻ ഇതിലെ യൂണിറ്റ് ക്യൂബുകൾ എണ്ണി നോക്കാം. മുകളിൽ 4 എണ്ണം, താഴെ 4 എണ്ണം, ആകെ 8 യൂണിറ്റ് ക്യൂബുകൾ. അതായത് ഇതിൻ്റെ വ്യാപ്തം 8 ഘന യൂണിറ്റ്. ഇതിൻ്റെ നീളവും വീതിയും ഉയരവും ഗുണിച്ചെഴുതിയാലും 8 ഘന യൂണിറ്റ് തന്നെ നമുക്ക് ലഭിക്കും. 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും 5 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം നമുക്ക് കണ്ടു നോക്കാം. വ്യാപ്തം സമം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അതായത് 4 ഇൻറ്റു 3 ഇൻറ്റു 5 സമം 60 ഘന സെന്റിമീറ്റർ. ഇവിടെ യൂണിറ്റ് സെന്റിമീറ്റർ ആയതുകൊണ്ടാണ് ഘന സെന്റിമീറ്റർ എന്നെഴുതിയത്. ഇതിൽ അത്തരത്തിലുള്ള 60 യൂണിറ്റ് ക്യൂബുകൾ ഉണ്ടായിരിക്കും. വ്യാപ്തത്തിൻ്റെ ഏകകം ഒരു ഘന യൂണിറ്റ്. ഇവിടെ നമ്മൾ 3 ഏകകങ്ങൾ പരിചയപ്പെട്ടു. നീളത്തിൻ്റെ ഏകകം 1 യൂണിറ്റ്, പരപ്പളവിൻ്റെ ഏകകം ഒരു ചതുരശ്ര യൂണിറ്റ്, വ്യാപ്തത്തിൻ്റെ ഏകകം ഒരു ഘന യൂണിറ്റ്. പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഈ യൂണിറ്റുകൾ സെന്റിമീറ്ററോ മീറ്ററോ കിലോമീറ്ററോ ഏത് വേണമെങ്കിലും ആകാം.